ബാവട്ടാ എന്നാ പരിപാടി? ബീഫ് അടിപൊളി സാധനങ്ങളെല്ലാം സെറ്റാ അല്ലേ? നമുക്ക് ഉണ്ടാവോ കുറച്ച്? അടിപൊളി സാധനം കുറച്ച് കുറവല്ലേ? യാത്രയാവാ പിന്നെ പരിപാടി നോക്കാല്ലേ നമുക്ക്? പരിപാടി കാണിക്കോ എന്താ? ഓ അടിപൊളി. പൊട്ടിച്ചോ ചോദിച്ചോ. വെളിച്ചെണ്ണ കുറച്ച് ഇരിപ്പായിരുന്നു ആദ്യം. ചട്ടി ചൂടായിക്കോട്ടെ. ചട്ടി കുറച്ച് വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളം ചൂടാണോ ഇതിലൊക്കെ അടി പിടിക്കും. നല്ല പരിപാടി കേട്ടോ ഇതല്ലോ. അടിപൊളി പരിപാടി. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് എന്നാ ചെയ്യും? നിങ്ങളെല്ലാം കൈ കൊണ്ട് ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാലില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴിച്ചല്ലേ. നമ്മൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ കാണിപ്പിക്കുന്ന പോലെ അല്ലല്ലോ. ടേസ്റ്റ് ഉള്ളി അടിപൊളി. ഇത്ര സാധനം വേണ്ടു അല്ലേ? കുറച്ച് തക്കാളി കുറച്ച് തക്കാളി ഗ്യാസ് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കുറയും. പിന്നെ നമ്മള് ഓരോ വീഡിയോ എല്ലാം കാണും ഒരുപാട് ഗ്യാസ് സാധനം ഉണ്ടാകും. അത് കുറച്ച് സാധനം മാത്രം ഇട്ടാലാണ് അതിന്റെ ടേസ്റ്റ് കിട്ടും. ഗ്യാസ് സാധനം ഇട്ടിട്ട് കൊണയില്ല, അത് കൊങ്ങുള്ളൂ. അതിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഉള്ളി കുറച്ച് പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇടുന്ന എന്താ? കുറച്ച് ഇഞ്ചി പച്ചമുളക് അതൊരാവശ്യത്തിനാണ് വേണ്ടത്. അതായി അടിപൊളി. അതന്നെ. ഓക്കെ. അടുത്ത പന്നിടുന്നതില് അടുത്ത വെച്ചാൽ ഇതാ ബീഫ് മസാല കുറച്ചിട്ടായി. ബീഫ് മസാല ഗ്യാസ് നോക്കും കുറച്ചുണ്ട്. അതാ രണ്ടാമത്തെ ഞാൻ ഇടുന്ന സംഭവമുണ്ട് മല്ലിപ്പൊടി. അത് കുറച്ചിട്ടാ വേണ്ടു, ജാസ്തി വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം പാറ്റുന്നുണ്ട്. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇത് കുറേ നേരം വേവിപ്പിക്കണമായിരിക്കും അല്ലേ സാധനം? ഒരു കാമണിക്കൂർ മതി. കാമണിക്കൂറല്ലേ? കാമണിക്കൂറെല്ലാം റെഡി. അതൊന്ന് തിളക്കണം. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇതാട്ടെ. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പം നല്ലോണം തിളച്ചിട്ടേ അതിപ്പം വേണ്ട നമ്മൾ കൈവച്ച നല്ല വൃത്തിക്കുള്ള ബീഫാ. നല്ല ഒറിജിനൽ സാധനമാണ്. അടിപൊളി. ഇപ്പോൾ ഇതാ ബീഫ് ഇരുന്നുണ്ട്. അടിപൊളി. ഇതാ ഓക്കെ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് ഒരു 1/4 മണിക്കൂർ വെന്താൽ സാധനം നമുക്ക് ഇതിലൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം അല്ലേ? ഒരു സ്പെഷ്യൽ സാധനം. അത് കുറച്ച് കഴിക്കണം. സ്പെഷ്യലാണ് സാധനം. കുറച്ച് വെന്തതിന് ശേഷമാണ് അത് പറ്റും. ഓക്കെ ഓക്കെ. നല്ലോണം പോയിട്ടല്ലേ? ഇതിപ്പോ നല്ലോണം തിളച്ചിട്ടുണ്ടല്ലോ. ആയിട്ടില്ല, ശരിക്ക് വേണിത്. ഈ ബീഫ് നല്ല വേണ്ടാവും. കുറെ നേരം വേണം അല്ലേ? നല്ല നേരം വേണം. പെട്ടെന്ന് ആവില്ല. കുറച്ച് നമ്മള് താമസിച്ചിട്ട് കഴിച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് താമസിച്ച് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. പോയിട്ടല്ല, എന്നാ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാല്ലേ? ഒരു മിനിറ്റ്. ബാവട്ടാ ഇതായിട്ടാ, നിങ്ങളൊന്ന് വന്നോക്ക്. ആയിനെ നല്ല കളറായിന്. ആയിട്ടോ ഇല്ല അടി പിടിക്കൂ. ഇങ്ങെടുത്തോ, എനിക്കായിന്നാ തോന്നുന്നു. ഓക്കെ ഞങ്ങൾ സാധനം റെഡി അല്ലേ? അടിപൊളി. കറിവേപ്പില മല്ലി ചപ്പല്ലാം കിട്ടിയ കിട്ടോ.
കുറച്ച് മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് മൊത്തം ഇട്ടോ കേട്ടോ. അതിൻ്റെ മണം ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. കുറച്ച് മല്ലിച്ചപ്പ്. വാ, ചോറില്ലേ എൻ്റെ കൂടി? പൊന്നിയാ? കുറച്ച് ചപ്പ്. അടിപൊളി. നല്ല ഒന്ന് കളിക്കോളാം. നമ്മുടെ സാധനം റെഡി കേട്ടോ. വാ, ഓക്കെ, സാധനം റെഡി. ഒന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ ഞങ്ങൾ ആയിനാ ആയി ഒന്ന് ഇളക്കിയാൽ ഞങ്ങൾ അതിനെ കൊണ്ട് പൊന്തിക്ക് ലേശം കയ്യിലെടുത്തിട്ട്. വാ, കൈമലാക്കി കൊടുത്തു. ആ എന്നാ ചൂട് അടുപ്പത്ത് എടുത്ത് വെച്ച സാധനം ചൂടുണ്ടാവൂലേ? ആ എന്താ സാധനം ഇത്. ലോക്കൽസിൻ്റെ പൾസ് അറിയണമെങ്കിലില്ല ഇങ്ങനത്തെ ഫുഡ് കഴിക്കണം. സാധനം മാത്രം മര്യാദക്ക് ഒരു സാധനം മാത്രം അത് തന്നെ അഞ്ചി എനിക്ക് ഭാവില്ല ഒരു സാധനം മാത്രം ഒരു സാധനം വേണത് ആണോട്ടോ അങ്ങനെ കൊള്ളാൻ ചാറൊക്കെ കൊണ്ടുവേ ഒരു കഷം വേണത്. ബോട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കി ഞങ്ങൾ ടേസ്റ്റ് നോക്കിനാ? അടിപൊളിയല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. അതിന്റെ കറുപ്പ് കണ്ടല്ലേ അറിയല്ലേ ബാവട്ടാ? നിങ്ങൾ പറയാന്ന് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്ത് വായിൽ എന്ത് പഴ പറ പോട്ടെ. അടിപൊളിയാ? എന്നും വേണല്ലേ? അല്ല ഒരു മിനിറ്റ്, എല്ലാവരോടും കൂടി ചോദിക്കുന്നത് നമ്മള് നാളെ എന്നാ പരിപാടി? ആ പോയ മീന് പോയക്കലേക്ക്. അടിപൊളി.